ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എള്ളുകൊണ്ട് ചിക്കിയാണ്. മകരസംക്രാന്തി സ്പെഷ്യലായിട്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. അതിനായി ഞാൻ ആദ്യം തന്നെ എടുത്തിരിക്കുന്നത് 300 ഗ്രാംസ് വൈറ്റ് സീസേം സീഡ്സ് ആണ്, അതായത് വെള്ള കളറുള്ള എള്ളാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഈ സീസേം സീഡ്സ് നമുക്കൊന്ന് നന്നായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കിയിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു പൊട്ടണ സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്ന സമയം വരെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അതിനെ എടുത്ത് മാറ്റാം. എള്ളിൻ്റെ ഗുണങ്ങളെല്ലാം എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അല്ലേ. നമ്മുടെ മുടി നല്ലോണം വളരാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്കിന്നിനും ബ്യൂട്ടിക്കും എല്ലാറ്റിനും എള്ള് ദിവസവും 1 ടേബിൾ സ്പൂണോളം നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ അത്രയും നല്ലതാണ് നമ്മുടെ മുടിക്കും സ്കിന്നിനും എല്ലാറ്റിനും. അപ്പോൾ ഇതൊരു കുറച്ച് കളർ ചേഞ്ചായി വന്നിട്ടുണ്ട്, കുറച്ചൊരു ലൈറ്റ് ബ്രൗൺ. എന്നിട്ടിത് നന്നായി പൊട്ടാനും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഇനി ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് നമുക്ക് ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഉരുക്കി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾക്ക് എത്രയാണ് നമ്മൾ എള്ള് എടുത്തെടുക്കണമെന്നുണ്ടെങ്കിൽ അതേ സെയിം ക്വാണ്ടിറ്റിയിൽ തന്നെ ശർക്കര എടുക്കുക. ഇവിടെ ഞാൻ 300 ഗ്രാംസ് എള്ളാണ് എടുത്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ 300 ഗ്രാംസ് തന്നെയാണ് ശർക്കരയും യൂസ് ചെയ്യണത്. ശർക്കര അതിലേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ട് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ അടിയിലുള്ള ശർക്കരയുടെ ഇതൊക്കെ ഒന്ന് കരിഞ്ഞു പോവും. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നിങ്ങൾക്ക് ചെറിയ ചെറിയ പീസസ് ആയിട്ടാണെങ്കിലും ശർക്കര ഇടാം, അല്ലെങ്കിൽ പൊടിച്ചിട്ടാണെങ്കിലും ഇടാം. ഇനിയിപ്പോൾ അതുപോലെ വലിയ പീസസ് ആണ് ഇടണമെന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് ഉരുകാൻ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് സ്പാറ്റില വെച്ച് സ്പൂൺ വെച്ച് നമ്മൾ ഉപയോഗിക്കുന്നത് വെച്ചിട്ട് നമ്മളൊന്ന് കുത്തി കൊടുക്കുമ്പോൾ അത് നല്ല ചെറിയ പീസസ് ആയിട്ട് വന്നോളും. അപ്പോൾ ശർക്കര ഉരുക്കി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതുപോലെ ഇങ്ങനെ ബബിൾസ് വരാൻ തുടങ്ങുമ്പോൾ നമ്മൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൽ നമുക്ക് ഈ ശർക്കര പാനീയം ഇട്ട് നോക്കണം. അപ്പോൾ അത് നമുക്ക് കൈകൊണ്ട് നന്നായിട്ട് ഒരു ബോൾസ് പോലെ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൺസിസ്റ്റൻസി പെർഫെക്റ്റ് ആണ്. അപ്പോൾ ഇതുപോലെ നമ്മൾക്ക് അത് ഒട്ടാതെ നല്ലൊരു ബോൾ പോലെ ഉണ്ടാക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൺസിസ്റ്റൻസി പെർഫെക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അതിലേക്ക് നമ്മുടെ എടുത്ത് വെച്ചിരിക്കണ എള്ള് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് വെച്ചിട്ട് തന്നെ എള്ളിട്ട് കൊടുക്കാം. ഈ എള്ളിട്ടിട്ട് മിക്സ് ആക്കേണ്ട പ്രോസസ്സിൽ നമുക്ക് ഗ്യാസ് ഓൺ ആക്കി വെക്കേണ്ട കാര്യമൊന്നുമില്ല. ഗ്യാസ് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് തന്നെ നമുക്ക് എള്ളിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എള്ള് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ശർക്കരയുടെ കൂടെ നല്ല മിക്സ് ആയതിന് അത്രയും മാത്രം മതി. അതിനുശേഷം മിക്സ് ആയതിനു ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ എള്ളൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ശർക്കരയുടെ കൂടെ. ഇനി നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. എള്ള് നമ്മൾ മാറ്റുമ്പോൾ എപ്പോഴും നല്ല ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു പ്ലേറ്റ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ചപ്പാത്തി പരത്തണം നമ്മുടെ പലക ഉണ്ടല്ലോ, ആ ചപ്പാത്തി പലകയിലേക്ക് അല്ലെങ്കിൽ മാറ്റുക. കാരണം നമ്മൾ അത് വെച്ചിട്ട് ഇങ്ങനെ പരത്താൻ നോക്കുമ്പോൾ നമുക്ക് ഫ്ലാറ്റ് ആയിട്ടുള്ള പ്ലേറ്റ് അല്ലെങ്കിൽ നമുക്ക് നന്നായിട്ട് പരത്താൻ പറ്റില്ല ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല ഫ്ലാറ്റ് ആയിട്ടുള്ള പ്ലേറ്റ് തന്നെ യൂസ് ചെയ്യുക. നന്നായിട്ട് എല്ലാ ഭാഗത്തും പരത്തിയതിന് ശേഷം നമുക്ക് നല്ല ഷാർപ്പായിട്ടുള്ള ഒരു കത്തി എടുത്തിട്ട് ഒരു കട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. എല്ലാ ഭാഗത്തും ഒരു നമുക്ക് ഡിസൈഡ് ആയിട്ടുള്ളൊരു ഷേപ്പ് എങ്ങനെയാണ് വേണ്ടതെന്നുള്ളെങ്കിൽ അതുപോലെ തന്നെ നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. ഒന്ന് വരച്ചിട്ട് നന്നായിട്ടൊന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് തണുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഈസി ആയിട്ട് പൊട്ടിച്ചെടുക്കാൻ പറ്റും. ഇപ്പോൾ ചൂടോടെ ഉള്ളപ്പോൾ തന്നെ നമ്മളിങ്ങനെ കട്ടാക്കിയിട്ട് വെക്കണം അതിൽ, അല്ലെങ്കിൽ പിന്നെ അത് തണുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കിങ്ങനെ കട്ടാക്കിയിട്ട് എടുക്കാൻ പറ്റില്ല, ഷേപ്പ് നമുക്ക് എടുക്കാൻ പറ്റില്ല അത് തണുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ചൂടോടെ തന്നെ പരത്തിയതിന് ശേഷം അപ്പോൾ തന്നെ നമ്മൾ നന്നായിട്ട് നൈഫ് കൊണ്ട് ഒന്ന് മുറിച്ച് വയ്ക്കാം. അപ്പോൾ ഇത് കുറച്ച് സമയം കഴിഞ്ഞിട്ടുണ്ട്, ഇത് നന്നായിട്ട് തണുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ കാണിച്ചു തരാം അതിങ്ങനെ നമ്മൾക്ക് ഈസി ആയിട്ട് നമുക്കത് പൊട്ടിച്ചെടുക്കാൻ പറ്റും. തണുത്ത് കഴിഞ്ഞതിന് ശേഷം അത് പെട്ടെന്ന് തന്നെ നമ്മൾ വെച്ച ഷേപ്പിൽ തന്നെ നമുക്കത് കിട്ടും.
അപ്പോൾ അതുപോലെ തന്നെ എല്ലാ പീസസും നമ്മൾ കൈ കൊണ്ടൊന്നും ഇങ്ങനെ എടുക്കുമ്പോൾ തന്നെ നമ്മൾ നേരത്തെ തന്നെ മുറിച്ച് വെച്ച കാരണം കൊണ്ട് നല്ലതായിട്ട് നമുക്ക് ആ ഷേപ്പിൽ തന്നെ കിട്ടും. ഇനിയിപ്പോൾ കൈ കൊണ്ട് എല്ലാ പീസസും എടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു നൈഫ് ഉപയോഗിച്ചിട്ട് നമ്മൾ എടുക്കാൻ നോക്കുകയാണെങ്കിൽ അതും ഈസി ആയിട്ട് നമുക്ക് പീസസൊക്കെ നമുക്ക് എടുക്കാം. അപ്പോൾ നമ്മുടെ എള്ളു കൊണ്ടുള്ള ചിക്കി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു റെസിപ്പിയാണിത്. സ്പെഷ്യലി കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. നല്ല ഹെൽത്തിയുമാണ്. നമുക്ക് വീട്ടിൽ തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന സ്വീറ്റായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇത് നമുക്ക് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ജാറിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്.